അളിയോ അളിയോ അളിയാ, ഇത് എന്ത് ഷോയാണ് അളിയ? എന്തിനാണ് വെറുതെ ഈ മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്? അളിയനിപ്പോൾ ഇവിടെ വന്ന് കിടക്കേണ്ട എന്ത് കാര്യമുണ്ട്? ആ വീട്ടിനകത്ത് കയറി കിടന്നൂടെ? ഉപദേശം എനിക്കിഷ്ടല്ല. ഉപദേശം അല്ലല്ലോ ഇത്. എൻ്റെ വീട്, എൻ്റെ സൗകര്യം, എനിക്ക് ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും. എന്റെ പൊന്നളിയ, കുട്ടികളെ അളിയനെ പൊന്നുപോലെ നോക്കും. ഇതാ ഇപ്പോഴും നോക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് വെറുതെ അവരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വക സ്വഭാവം കാണിക്കാൻ നിൽക്കുന്നത്? വലിയ വലിയ ചെക്കന്മാരെ പോത്തുപോലെ ഇല്ലേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം. അതിനുള്ള തൻ്റെ ഇടം വേണം. അതില്ലാണ്ട് എവിടെ കിടക്കണ ഏതെങ്കിലും കോഞ്ഞാണ്ടനെ വിളിച്ചു കൊടുത്തിട്ടൊന്നും ഉപദേശിക്കാൻ നിന്ന സുഗതം നന്നാവില്ല. ഇനി ഞാൻ ഇവിടെ കിടക്കണത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ പറയട്ടെ. ഞാൻ റോട്ട് പോയി കിടക്കാം, വല്ല മരത്തിൻ്റെ റോട്ട് പോയി കിടക്കാം. നാട്ടുകാരും പത്രക്കാരും ഒക്കെ കൂട്ടും ഞാൻ. എന്നിട്ട് അവരോടൊക്കെ പറയും, നല്ല ജോലിയുള്ള തടിമിടുക്കുള്ള മൂന്നില്ല, ഒന്ന് പോട്ടെ, അത് ചത്തേനെ തുല്യം, അത് അവരുടെ ശാപം, അത് അവ അനുഭവിച്ചു പറ്റും. ബാക്കി 2 എണ്ണം അതെ എങ്ങനെയൊക്കെ അവരെ ഞാൻ നാറ്റിക്കും. അളിയാ, ഇന്നലെ നിങ്ങൾ ആ കസർത്തൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ്? എന്റെ വീട്ടിലെ ഞാൻ പലതും ചെയ്യുന്നു. പട്ടി പോടാ പട്ടി. മിണ്ടാണ്ടക്ക്. ഒന്നാമത് നീ എന്തിനാ അങ്ങോട്ട് വന്നത്? നിന്നോട് ആരാ അങ്ങോട്ട് വരാൻ പറഞ്ഞു? നിന്നോട് ആരാ അങ്ങോട്ട് വരാൻ പറഞ്ഞു? ഞാനും തമ്മിലുള്ള ബന്ധം എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. നീ അന്ന് നിന്നെ തല്ലിയത് ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതാ മറക്കരുത്. മറക്കില്ല. സുഗതൻ അത് മറക്കണമെങ്കിൽ നിന്നെ തിരിച്ചു തല്ലണം. എന്നാ തല്ലി. മര്യാദക്ക് കൈയെടുത്തോ. എന്താ സർക്കസ് കാണിക്കുന്നത്? എന്താണ് അളിയാ അളിയാ നമ്പറാണ് അളിയാ. അതെ അച്ഛാ, നേരെ കിടത്തി നോക്കി. ഫോൺ എടാ, ആശുപത്രിയിലേക്ക് ഒന്ന് വിളിക്കാം. വണ്ടി വിളിക്കുന്ന വണ്ടി വിളിക്കാനോ അതോ മറ്റേ ആംബുലൻസ് വിളിക്കാമോ? പെട്ടെന്ന് വണ്ടി വിളിക്കാം. കരയണ്ട ഒന്നുമില്ല. എന്താണ്? ഒന്നുമില്ല കേട്ടാ, ഒന്നുമില്ലടാ. എന്താ ഈ ചക്കനെ കൊണ്ടുവന്നത്? നമ്മളിനിപ്പോ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വിവരം ഇനി ബന്ധുക്കളോട് ആരോടെങ്കിലും പറയണോ? ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരാ വരാനുള്ളത്? ഇത് പറഞ്ഞാല് പറഞ്ഞില്ലെങ്കിൽ ഇനി പരാതിക്കാരെ കൊണ്ടാവും. അതായി പറയുന്നത്. ആർക്ക് പരാതി അമ്മാവ? നമ്മളിപ്പോ കൊണ്ടുവന്നത് തന്നെ നമ്മുടെ മഹാമനസ്കതയല്ലേ. രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ നോക്കാം. അച്ഛനായി പോയില്ലേ. ഇതിപ്പോ ഈ തലയ്ക്ക് ഇങ്ങനെ വന്നത് എന്താണെന്ന് മനസ്സിലാവാത്തത്. കാരണം രക്തം കട്ട പിടിക്കാനുള്ള ഒരു ഇത് ഇല്ലല്ലോ പുള്ളിക്ക്. അത് പ്രഷർ, ഹൈ പ്രഷറായി പോയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ. നിരന്തരം ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരുന്ന പ്രഷർ ഹൈ ആകും. അവനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അച്ഛനെവിടെയുള്ളത്? അച്ഛനിപ്പോ ഐസിയുലാണ്. ഐസിയുലാണ്? എന്തൊക്കെ അഭ്യാസം ഇനി? നേരെ ഐസിയു കിടക്കുക. ഞാനൊക്കെയാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളുണ്ടല്ലോ ചവിട്ടി കൊന്നാളിനെ തന്നെ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കണം. നിങ്ങൾ 3 മക്കളും അച്ഛനെ വേണ്ടുവോ നോക്കിക്കണവരും കണ്ട കുരുത്തക്കടൊക്കെ കാണിച്ചു വെച്ചിട്ടേ. അത് ശരിക്കും എന്താ പറ്റിയ സത്യട്ടാ? ശരിക്കും സ്ട്രോക്ക് ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. സ്ട്രോക്ക് ആണ്. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഐസിയുലാണ്. വെറുതെ കിടക്കുന്നായിരിക്കും. ഒരു കുപ്പി കാണിച്ചാൽ കീഞ്ഞു വരും. സുഖതരനല്ലേ, നമുക്കറിയാം. കായൊക്കെ ഒരുപാട് ആയിണ്ടാവൂലേ? അഡ്വാൻസ് ആയിട്ട് തന്നെ 3.5 ലക്ഷം രൂപ അടച്ച് കഴിഞ്ഞിപ്പോ. 3.5 ലക്ഷം അടച്ചു? ഇനി ഇവിടുന്ന് പോകുമ്പോ ആധാരം പണയം വെക്കേണ്ടി വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഡോക്ടർ ലാസ്റ്റ് എന്നാ പറഞ്ഞേ?
48 മണിക്കൂർ കഴിയണം എന്നാലേ ഇപ്പം എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന്. ഇപ്പൊ മസ്തിഷ്ക മരണമായിരിക്കും. അങ്ങനെയുണ്ട്. സ്ട്രോക്കാന്നാ പറയണേ. അത് രണ്ടും കണക്കനല്ലേ അല്ലേ? എന്തായാലും ഇത്രയും അലമ്പ് കാണിച്ചിട്ടോ ഈ അച്ഛനെ മക്കൾ ഇത്രയും നോക്കിയില്ലുണ്ടേ. പിന്നെ അത് വലിയ കാര്യല്ലേ? ഇപ്പത്തെ കാലത്ത് ഏത് മക്കളെ കിട്ടെങ്ങനെ? കഴിഞ്ഞടാ. ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാ? അതല്ലടാ, അച്ഛൻ മരിച്ചു. അത് നന്നായി, അത് നന്നായി, അത് നന്നായി. മാമ പായസം കുടിച്ചാ? ആ ഞാൻ കുടിച്ചു. ആ നീ കുടിച്ചോ? ഞാൻ കുടിച്ചു. ആ ഇങ്ങനത്തെ പായസം കുടിച്ചാ? പായസം കുടിച്ചു മോനെ, 3 ഗ്ലാസ് കുടിച്ചു. ആ പായസം കുടിച്ചാ? കുടിച്ചടാ. പായസം കുടിച്ചു അല്ലേ? പായസം കുടിച്ചോ? കുടിച്ചല്ലേ പറഞ്ഞത്. ആ പായസം കുടിച്ചത് നന്നായി മോനെ. മോന്റെ അച്ഛൻ മരിച്ചതിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ട് കേട്ടോ. അച്ഛൻ മരിച്ചു. ആ അച്ഛൻ മരിച്ചുപോയി. അതല്ലേ പറഞ്ഞത്. എന്റെ അച്ഛൻ മരിച്ചുപോയി ഇപ്പൊ. ആ അച്ഛൻ മരിച്ചുപോയി ഉണ്ണേട്ടാ. അതെ, അച്ഛൻ മരിച്ചുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്ന്. അത് നന്നായി. ആ ആ അത് നന്നായി. ഇരിക്കു നീ. മാമ പായസം കുടിച്ചാ? ആ ഞാൻ കുടിച്ചോട്ടാ. ആ അത് നന്നായി, അത് നന്നായി. ഉണ്ണേട്ടാ എന്താ മോനെ? പായസം കുടിച്ചാ? പായസം കുടിച്ചാ? അമ്മ പായസം കുടിച്ചാ? ആ ഞാൻ കുടിച്ചോടാ. ആ ഇത് നന്നായി, അത് നന്നായി. ഇത് നന്നായി. ശരിയേ? ഞാനാണ് ഇറങ്ങട്ടെ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയല്ലേ മാവാ? ആ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആളുകളൊക്കെ വന്നല്ലോ. ആ ആ ഭക്ഷണവും കുറച്ച് ബാക്കിയുണ്ട്. ആ ഇതൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇപ്പൊ ആശുപത്രി ചെലവ് ഇവിടെ അടിയന്തരമൊക്കെ കൊണ്ട് ഒരുപാട് പൈസ ചെലവായി. നന്നായി. ആ ഞാനിപ്പോ ഇതുകൊണ്ട് നിന്നല്ലോ. അങ്ങനെ ജീവിച്ചിരുന്നപ്പോ നമുക്കൊരു ഗുണം കിട്ടിയിട്ടില്ല മാവാ. അതുകൊണ്ടൊരു ഇനിയിപ്പോ അതൊന്നും പറയട്ടടാ. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയണ്ടേ? ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ തടി ശുദ്ധമായല്ലോ. നന്നായി. ഒരു മതി. ഞാൻ ഇറങ്ങട്ടെ കേട്ടാ. നാളെ പോവാം മാവാ. എന്തിനാ ഞാൻ നാളേക്ക് വെക്കുന്നത്? ആ മരണവും കഴിഞ്ഞ് 16 അടിയന്തരവും കഴിഞ്ഞു. ഇനി എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പോട്ടെ. അല്ല അമ്മാവനൊരു കാരണവരായിട്ടുള്ളത് ഞങ്ങൾക്കൊരു ബലമല്ലേ. നിക്കമ്മാവാ. നാളെ പോവാട്ടാ. അല്ല പോണേ. അല്ല നാളെ പോവാ. നാളെ പോവാട്ടാ. ഹലോ, അത് നന്നായി. എപ്പാ ആണാ? ആണോ? ഏത് ഹോസ്പിറ്റലില്? എന്താണ്? ആ ഇപ്പൊ വരാട്ടാ. ആ ശരി ശരി. അത് നന്നായി. അമ്മാവാ, മന്മഥന് ആക്സിഡന്റ് ആയിരുന്നു. ഇപ്പൊ പോയല്ലോ ഇവിടുന്ന്. ഇപ്പൊ അങ്ങോട്ട് ചെന്നപ്പോ ഹൈവേയിലെത്തി ഇപ്പൊ പുറകിൽ ഒരു കാറ് വന്ന് ഇടിച്ചെന്ന്. ആശുപത്രിയിലോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അത് നന്നായി. മന്മഥനെ വണ്ടി ഇടിച്ചെന്ന്. അയ്യോ അത് നന്നായി. വാമ വന്ന അടുത്തോളം പോവാ. നന്നായി. പണ്ടു 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 ഇപ്പൊ വരാട്ടോ. ഉണ്ണേട്ടാ പായസം കുടിച്ചാ? പണ്ടോ ഞങ്ങളിതാ വരൂട്ടാ. അത് നന്നായി, അത് നന്നായി. അത് നന്നായി. അത് നന്നായി. മറിമായം